എബ്രായ ലേഖനം 12:3 നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊള്ളു. ജീവിതത്തില് മടുപ്പ്, ജീവിതം ഇനി മുമ്പോട്ട് വേണ്ട എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, കാര്യം അതിനുള്ള ധൈര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വിഷക്കുപ്പിയിലും കയറിലും ട്രെയിനിന്റെ മുമ്പിൽ ചാടിയൊക്കെ അനേകം ആത്മഹത്യ ചെയ്ത അതുപോലുള്ള പ്രതിസന്ധികളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഇനി ജീവിതം മുമ്പോട്ട് വേണ്ട. യഥാർത്ഥത്തിൽ ഈ ക്ഷീണിച്ച് മടക്കുന്നത് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കുമ്പോഴാണ്, ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുമ്പോഴാണ്, നമ്മുടെ പദ്ധതികൾ പ്ലാനുകളെല്ലാം പൊളിയുമ്പോഴാണ്. അത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ജീവിതം എപ്പോഴും നമ്മൾ എഴുതപ്പെടുന്നത് പോലെ അല്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിച്ച് മടുക്കരുത്. കാരണം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം മടുപ്പ്. കാര്യം നന്നായിട്ടാണ് ജീവിച്ചത്, പക്ഷെ കാര്യങ്ങളൊന്നും സുഖമായിട്ട് മുമ്പോട്ട് പോയില്ല. ഓരോ ദിവസവും കടന്നു വരുന്നത് മുഴുവൻ പ്രതിസന്ധികളാണ്. ജീവിതം മന്ദതയുള്ളൂ. വെച്ചാൽ സ്പീഡായിട്ട് ഓടിക്കൊണ്ടിരുന്ന ലൈഫാണ്, പക്ഷെ സ്ലോ ആയി. മുഴങ്കാലം തളർന്നുപോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോലും മടുപ്പാണ്. കൈകൾ തളർന്നു എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ടിരുന്നതാണ് ദൈവനാമത്തിന് വേണ്ടി, അനേകരെ ചേർത്ത് പിടിച്ചു വരാൻ. പക്ഷെ ഇപ്പൊ കൊടുത്തു കുഴഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള മടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളപ്പോൾ ഒരു കാര്യം ഓർക്കുക, ജീവിതം ഒരിക്കലും നമ്മൾ എഴുതപ്പെടുന്നത് പോലെ അല്ല. നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ലൈഫാണെങ്കിൽ ആ ലൈഫ് ഒരിക്കലും ജീവിതത്തിൽ തകർച്ചയായിരിക്കില്ല. അത് ഓൾ ടുഗദർ ബ്യൂട്ടിഫുൾ പിക്ചർ ആയിരിക്കും. കാരണം എബ്രായ ലേഖനം 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. നമ്മളതിന്റെ അറ്റവും മുറിയും മൂലയൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പം ജീവിതം മടുത്തവർ ബൈബിളിലെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് മുമ്പിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിനു വേണ്ടി കരുത്തോടെ നിന്നൊരു മനുഷ്യനാണ് ഏലിയാവ്. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ എല്ലാവരും ബാലിന്റെ പ്രവാചകന്മാരുടെ പക്ഷത്ത് ചേർന്നപ്പോൾ ഒറ്റയാനായി ഞാൻ ദൈവത്തിന്റെ വക എന്ന് പറഞ്ഞ് തന്റെ അടുത്തോടെ നിന്ന മനുഷ്യൻ. പക്ഷെ അവനും ക്ഷീണിച്ചു. അപ്പോൾ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് ജീവിക്കാൻ, എനിക്ക് മരിച്ചാൽ മതി. അതുപോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മരണത്തിന് തമ്മിൽ ഇനി ഒരടി അകലം മാത്രമേ, ഞാൻ നശിച്ചു പോകത്തേ ഉള്ളൂ, ശൗലിന്റെ കയ്യെ ഞാൻ നശിക്കത്തേ ഉള്ളൂ. ഹാഗർ ബാലനെ ദൂരെ കൊണ്ട് കിടത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇനി മരണം കാണണ്ട, ഇനി ഞാൻ കാണുന്നത് അവന്റെ മരണമാണ്. എന്നാൽ ഇവരുടെ ഒക്കെ ജീവൻ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന ഈ ഭക്തന്മാരുടെ ഒക്കെ ലൈഫ് മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ പിക്ചറായിരുന്നു. കാര്യം ദൈവം അങ്ങനെയാണ്. ഒരിക്കലും നമ്മളെ തകർത്ത് കളയുന്നൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന്റെ കയ്യെ പിടിച്ചോ, അറ്റവും മുറിയും മൂലയൊക്കെ കണ്ടിട്ട് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരിഭവപ്പെടേണ്ട. ഇതിനെല്ലാം ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജീവിതം ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി ദൈവം തന്നെ ദൂതന്മാരായിരിക്കും. ഈ കർത്താവ് കടന്നുപോലുള്ള മാനസിക വേദനയിലൂടെ ആരും കടന്നുപോയിട്ടില്ല. ഗതസമന തോട്ടത്തിൽ ശരീരത്തിലെ വിയർപ്പ് കഷ്ണങ്ങൾ രക്തകഷ്ണങ്ങളായി രക്തകഷ്ണങ്ങളാക്കി നിലത്ത് വീഴുമ്പോൾ അതിനേക്കാളും വലിയ ടെൻഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ദൂതൻ ഇറങ്ങി ശക്തീകരിച്ചത്. ഏലിയാവ് ഇനി മുമ്പോട്ടൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞപ്പോ ദൂതൻ അവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ ഇല്ല, നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ട്. കാരണം നിന്റെ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിക്കാനുള്ളതല്ല, നിനക്ക് ഒരുപാട് ഓടാനുണ്ട്, നിനക്ക് ഒരുപാട് കഷ്ടപ്പെട്ട്, നിനക്ക് ഒരുപാട് എനിക്ക് വേണ്ടി നിൽക്കാനുള്ളവരാണ്. അപ്പം ജീവിതത്തിൽ ഇനി ഒരുപാട് യാത്രകൾ മുമ്പിലുള്ളവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. താൽക്കാലികമായിട്ട് നമുക്ക് തോന്നുന്നൊരു ചിന്ത മാത്രമാണ്. അപ്പൊ ഇവരുടെ ഒക്കെ ലൈഫിൽ ദൈവം അത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ ഞാൻ ഒരു പക്ഷേ കടന്നു പോയിട്ടുണ്ടാവില്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ലോകത്തിലെ ഈ വാക്കുകൾ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും കടന്നു പോകുന്ന ഏറ്റവും വലിയ മാനസിക പീഡനങ്ങൾ, ശാരീരിക വേദനകൾ, അല്ലെങ്കിൽ അപമാനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം കടന്നുപോയ ഒരാളാണ് ക്രിസ്തു. ഒറ്റപ്പെടൽ കൽവറിലേക്ക് നോക്കിയാൽ മാർബോട് ചേർന്നിരുന്ന യോഹന്നാൻ കൂടില്ല. അപ്പോസ്തലന്മാരിൽ ഒന്നാമനായ പത്രോസിന്റെ കൂടെ എല്ലാവരും മാറിക്കണം. കർത്താവ് അപ്പം കൊടുത്തവരും മാറിക്കണം, സൗഖ്യം കൊടുത്തവരും മാറിക്കണം.
നന്മ ചെയ്ത് ചേർത്ത് പിടിച്ചവർ മാറിക്കളഞ്ഞു. പിതാവ് പോലും കൈവിട്ടു. ഇതിലും ഒറ്റപ്പെടലിന് മറ്റൊരു പര്യായം വേണോ? ക്രിസ്തു കടന്നുപോയ മാനസിക പീഡനം അതിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടില്ല. പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന ഏത് പീഡനങ്ങളും മാനസിക പീഡനങ്ങളും കർത്താവിനറിയാം. കാര്യം ശരീരത്തിലെ വിയർപ്പ് കഷണങ്ങൾ മരണം മുമ്പിൽ കാണുകയാണ്. ആ മരണം മുമ്പിൽ കാണുമ്പോൾ അനുഭവിച്ച ടെൻഷൻ വിയർപ്പ് കഷണങ്ങൾ രക്തകഷണങ്ങളാക്കി നിലത്ത് വീണതാണ്. അതിനും വലിയ മാനസിക പീഡനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടില്ല. ക്രിസ്തു കടന്നുപോയ ശാരീരിക പീഡനം കാൽവറി മരണത്തെക്കാൾ ക്രൂരമായൊരു മരണം പിന്നുണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഇന്നോണം. ക്രിസ്തുവിന് ഏറ്റതുപോലുള്ള അടി, ക്രിസ്തുവിന് ഏറ്റതുപോലുള്ള പീഡനങ്ങൾ, തുപ്പി, പരിഹസിച്ചു, അപമാനിച്ചു, മരണവേദന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, മരണത്തെക്കാൾ വേദന സഹിച്ചു. ഇതെല്ലാം ക്രിസ്തു കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റയാന്ന് ചിന്തിക്കേണ്ട, ക്രിസ്തു ഉണ്ട് കൂടെ. എല്ലാ വേദനകളും എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ സകല വേദനകളും കർത്താവിനറിയാം. പിന്നെ ഇതിലൂടെ കടന്നുപോയ ഭക്തന്മാരാണ് അധികം. അവരെല്ലാം നമുക്കൊരു മാതൃക മുമ്പിൽ വെച്ചിരിക്കുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം മടുപ്പാണോ, ജീവിതത്തിൽ ക്ഷീണം ഉണ്ടാവുന്നുണ്ടോ? തളരരുത്, തകരരുത്, മുമ്പോട്ട് പോവുക. കർത്താവ് കൂടെ ഉണ്ടാവും. തകരില്ല. ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ബ്യൂട്ടിഫുൾ പിക്ചറാണ്. ആ നല്ല ഡെസ്റ്റിനിക്ക് വേണ്ടി കാത്തിരിക്കുക.